ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന സൂപ്പർ കപ്പിൻ്റെ ഒഫീഷ്യൽ ഫിക്സ്ചർ ഒരൽപ്പം മുൻപാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ ടെലികാസ്റ്റിൻ്റെ വിവരങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ നമുക്ക് ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും കാണാൻ കഴിയും. എന്നാൽ ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങളുടെ ടെലികാസ്റ്റ് മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടിലാണ് കാണാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലാണ് നമുക്ക് ലൈവ് കാണാൻ കഴിയുക. ഒരേ കോമ്പറ്റീഷൻ രണ്ട് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലായിക്കൊണ്ടാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് പലവിധ അഭിപ്രായങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് എക്സിൽ അത്തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടായിരിക്കും ഒരു കോമ്പറ്റീഷൻ രണ്ട് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന പരിഹാസ രൂപേണയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. തീർത്തും വിചിത്രമായ ഒരു കാര്യമാണ് ഇത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ പിടിപ്പുകേട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ചില മത്സരങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും ഒക്കെ കാണാൻ കഴിയുന്നു. ചില മത്സരങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത് തീർത്തും വിചിത്രമായ ഒരു കാര്യമാണ്. ഇതിനെ തന്നെയാണ് ഇപ്പോൾ അഭിക് ചാറ്റർജി പരിഹസിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഫിക്സ്ചർ പുറത്തു വന്നതിന് പിന്നാലെ അത് ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഗിഫ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് പ്രശസ്ത പരിശീലകനായ ഹൊസെ മൊറീഞ്ഞ പറയുന്ന ഒരു കോട്ടുണ്ട്, അതാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ആ കോട്ട് ഇങ്ങനെയാണ് വരുന്നത്: ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് അബിഗിൻ്റെ ഒരു പ്രതികരണമായിക്കൊണ്ട് വരുന്നത്. അതായത് താൻ പ്രതികരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും എന്നൊക്കെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബിഗ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിപ്പോൾ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.